ചെമ്പനാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് റിയാദിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിട്ടുള്ള കിങ് ഫഹദ് ലൈബ്രറിൻ്റെ മുമ്പിലാണുള്ളത്. നമുക്ക് കാഴ്ചകൾ കാണാം. പ്രിയ സുഹൃത്ത് നൗഫലിനോടൊപ്പമാണ് വായനയുടെ വിസ്മയലോകം കാണാൻ പോയത്. സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് കിങ് ഫഹദ് ലൈബ്രറി. വിശാലമായ ഹാളും സൗകര്യങ്ങളുമാണ് ഇവിടെയുള്ളത്. ലൈബ്രറിക്കുള്ളിൽ കോഫി ഷോപ്പുകളും അതുപോലെ തന്നെ മൊബൈലും ലാപ്ടോപ്പുമെല്ലാം ചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഇംഗ്ലീഷിലും അറബിയിലും സ്പാനിഷിലുമുള്ള ബുക്കുകളാണ് ഇവിടെയുള്ളത്. മലയാളത്തിലുള്ള ബുക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി. ഈ ഒരു ആഗ്രഹം സാധ്യമാക്കാൻ പറ്റുമോ എന്നറിയുന്നതിന് വേണ്ടി അവിടുത്തെ സ്റ്റാഫുകളുമായി സംസാരിച്ചു. വീക്കെൻഡിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് ഡേയിൽ വന്ന് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചോളൂ എന്നവർ പറഞ്ഞു. എന്താണ് കിങ് ഫഹദ് ലൈബ്രറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഈ ലൈബ്രറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം നടക്കാനുള്ള ഏരിയ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത്രത്തോളം പുസ്തകങ്ങൾ ഇത് എഴുതിയ ആളുകൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ അതിനേക്കാളും മരണപ്പെട്ടു പോയ ആളുകളേക്കാണ്. പക്ഷെ അവരുടെ എഴുത്തുകൾ, അത് ഒരു തലമുറക്ക് കൈമാറിയ സന്ദേശങ്ങളാണ് ഈ കിടക്കുന്നത് മുഴുവൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നഷ്ടപ്പെടാത്തൊരു അമൂല്യമായ ഒരു ഇതാണ് എഴുത്ത്, വായന എന്നുള്ളതൊക്കെ. ശരിക്കും നമ്മൾ മലയാളികൾക്ക് വായിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ റിയാദിലുള്ള മലയാളികൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടേക്കാൾ അതിനുള്ള ശ്രമം നടത്തിയാലോ? നമ്മൾ വായനന്റെ ലോകത്ത് ഒന്നുമല്ല, സത്യമാണ്. എന്നാലും നമ്മൾ വായന ഇഷ്ടപ്പെടുന്നുണ്ട്, വായിക്കുന്ന പോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യം. അപ്പോൾ അതിനൊരു ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിവുള്ള ആളുകളുണ്ടാവും. ഇവിടെ എങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അത് ശരിക്കും റിയാദിലുള്ള മലയാളികൾക്ക് ഭയങ്കര ഒരു മുതൽക്കൂട്ടാവും. സത്യം. വായനയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വായന എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വായിച്ചു പോകുന്ന ഇടയിൽ ചെറിയ വരികളേക്കാരം നമ്മളെ സ്പാർക്ക് ചെയ്യുക. ആ ഒരു വരികളേക്കാരം നമ്മളെ ജീവിതത്തെ പുതിയൊരു ഇതിലേക്കൊക്കെ നയിക്കുക. അപ്പോൾ ശരിക്കും വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഊർജ്ജമാണ്. ഭയങ്കര സംഭവമാണ്. ഏതായാലും നമ്മൾ ശ്രമം നടത്തി നോക്കാം.